കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം നീലേശ്വരത്തെ മുക്കോണിമുക്കിൽ ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. നീലേശ്വരം പ്രീതാഭവനിൽ താമസിക്കുന്ന കടലവിള കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബ്, നീലേശ്വരം അനഘാഭവനിൽ KSRTC ജീവനക്കാരൻ അജയൻ, കുടവട്ടൂർ ലക്ഷ്മി കോട്ടേജിൽ ഹരിലാൽ എന്നിവരാണ് മരണപ്പെട്ടത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 7:10 അപകടം നടന്നത്. മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി മുക്കോണിമുക്ക് വളവിൽ നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇട റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കടക്കുമ്പോൾ ബുള്ളറ്റിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറിയ ടിപ്പർ മറിഞ്ഞു വീഴുകയും അതിലുണ്ടായിരുന്ന മണ്ണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മേൽ പതിക്കുകയും ചെയ്തു. അപകടം നടന്ന ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമായി ആശുപത്രിയിലേക്ക് എത്തിച്ചു. കർണാടകയിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അഞ്ജലി ക്ഷേത്രത്തിൽ പോകുവാനായി ബസ് കാത്തുനിന്നപ്പോഴായിരുന്നു അപകടമുണ്ടായത്. അപകടമുണ്ടാകുമ്പോൾ സമീപത്തു നിന്ന 2 കുട്ടികളെയും വലിച്ചുമാറ്റി ഒഴിഞ്ഞു മാറിയതിനാലാണ് രക്ഷപ്പെടാനായത്. ഞാൻ അമ്പലത്തിൽ വന്ന് നിന്നെയായിരുന്നു. 7:10 ശ്രീവസത്തിനകത്ത് പോകുന്ന പിള്ളേരായിരുന്നു ഇവിടെ നിന്നത്. ഞാൻ ബസ്സിനകത്ത് പോകാൻ നിന്നെയായിരുന്നു. അപ്പോഴും നല്ല സ്പീഡിന് വന്ന് ആ ടിപ്പർ ലോറി വന്ന് ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് വന്ന് വീഴുമായിരുന്നു. ആ വളഞ്ഞ വഴിക്കാൻ കണ്ട് നിയന്ത്രണം വിട്ടങ്ങാണ്ടാന്ന് തോന്നുന്നു. ബ്രേക്ക് പിടിച്ചിട്ട് എന്തോ ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് ആ മണലും ടിപ്പറും എല്ലാം കൂടെ വീഴുമായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കണ്ട ഒരു ബുള്ളറ്റും കണ്ട് വന്നിട്ടുണ്ട്. അത് ഏത് വഴി വന്നേന്ന് എനിക്കറിയത്തില്ല. ബുള്ളറ്റും കൂടെ വന്ന് ആ ആളെയും കൂടെ ഇടിച്ചെത്തിയായിരുന്നു. ഇല്ല, ആദ്യം ബുള്ളറ്റ് ഇടിച്ചെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഞാൻ അങ്ങേ സൈഡിൽ നിന്നുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ടിപ്പർ വന്നത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളായിരുന്നു. ആ ടൈമിൽ ആ ടിപ്പർ വന്ന ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് അങ്ങ് വീഴും. പിന്നെ എന്റെ അടുത്ത് നിന്ന് 2 പിള്ളേരുണ്ടായിരുന്നു, പെങ്കൊച്ചുങ്ങൾ. ഞാൻ അവരെയും കൂടെ പെട്ടെന്ന് ഇനി പിടിച്ച് മാറ്റി. പിന്നെ അപ്പം മാറ്റി. പിന്നെ അതിനകത്ത് അങ്ങോട്ട് ഒരു കുഞ്ഞിന്റെ അച്ഛന്നൊക്കെ വിളിക്കുന്നത് കേട്ടത്. ഞാൻ അപ്പം പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഒന്നും പറ്റി കാണിച്ചെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പിന്നെ അപ്പത്തിന് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴത്തേന് ഇവരെല്ലാരും വന്ന്. അപ്പത്തിന് ഇവിടെ നാട്ടുകാരെല്ലാരും കൂടെ വന്ന്. അപ്പത്തിന് ബസ്സും വന്നാൽ ഞങ്ങൾക്ക് പോകേണ്ട ബസ്സും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള കണ്ടക്ടറും എല്ലാവരും കൂടെ, ശ്രീവത്സ ബസ്സായിരുന്നു, കണ്ടക്ടർ എല്ലാം വന്ന് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. അപ്പത്തിന് ഞങ്ങൾ ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയൊക്കെ വിളിച്ച് എല്ലാരെയും വിളിച്ച് അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ അവരെത്തുകയും ചെയ്ത്. പിന്നെ അവരെ ബാക്കിയ എല്ലാ നടപടിക്രമങ്ങളെല്ലാം ചെയ്തത്, രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തത്. ഞാൻ നീലേശ്വരം അമ്പലത്തിൽ പോകാനായിട്ട് വന്നതായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച പോവാ, തിരിച്ച് ബാംഗ്ലൂർ പോകും. അപ്പൊ അതിനു മുന്നേ ദേവി അമ്പലത്തിലൊക്കെ കയറി മഹാദേവനെ കണ്ടിട്ടൊക്കെ പോവാന്ന് വെച്ച് ഞാൻ വന്നതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. തുടർന്ന് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കിയാണ് അതിനടിയിൽപ്പെട്ട 3 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. തിരച്ചിലിനിടെ മണ്ണിനടിയിൽ നിന്നും ഒരു കൈപ്പത്തിയും സ്കൂൾ ബാഗും രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. അപകടത്തിൽപ്പെട്ടത് KL 12D 9578 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ആലിയ എന്ന ടിപ്പർ ലോറിയാണ്. വാഹനമോടിച്ച ഡ്രൈവർ നിസാമിന് ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. 4 മാസം മുമ്പ് വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നുവെങ്കിലും അപകട സമയത്ത് ലോറിയുടെ പിൻടയറുകൾ പൂർണ്ണമായും തേഞ്ഞതും കട്ട ചെയ്തതുമായ നിലയിലായിരുന്നുവെന്ന് കണ്ടെത്തി. കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO ഉദ്യോഗസ്ഥനായ ദിലു AK ഉൾപ്പെടെയുള്ളവർ അപകട സ്ഥലം സന്ദർശിച്ചു. ഇത്രയും മോശം അവസ്ഥയിലായിരുന്ന വാഹനത്തിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചുവെന്ന ചോദ്യമുയർത്തി നാട്ടുകാർ പ്രതിഷേധിച്ചു. ഫിറ്റ്നസ് പരിശോധന നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ടയറുകൾ പിന്നീട് മാറ്റിയിട്ടുണ്ടാകാമെന്ന് RTO ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്നാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO ദിലു AK അറിയിച്ചു. അപകട സമയത്ത് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കും. വാഹനത്തിന്റെ ഫിറ്റ്നസും രജിസ്ട്രേഷനും റദ്ദാക്കുമെന്നും RTO അറിയിച്ചിട്ടുണ്ട്. ടിപ്പർ ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുക്കുമെന്നും മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വിവരം അറിഞ്ഞപ്പോൾ തന്നെ നിയമസഭ ഒഴിവാക്കിയാണ് ഞാനും ബഹുമാന്യയായ മന്ത്രി ബിന്ദുകൃഷ്ണ ഇവിടേക്ക് എത്തിയത്. സംഭവത്തിന്റെ ആ സമയം മുതൽ തന്നെ ബഹുമാനപ്പെട്ട MP ഇവിടെ ഉണ്ടായിരുന്നു. പ്രാഥമികമായി പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു. അമിത വേഗത്തിൽ വന്ന വാഹനം ഈ ബൈ റോഡിൽ നിന്ന് തിരിയുമ്പോഴത്തേക്കും ആക്സിഡന്റ് ഉണ്ടായി. അതേസമയം തന്നെ അമിത വേഗം തന്നെയാണ് ഇത് മറ്റ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും
പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റു കാര്യങ്ങൾ പോലീസ് അതിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോ പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായം സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട കാര്യമാണ്, കാരണം ഡിസാസ്റ്റർ അല്ലാത്തതുകൊണ്ട് അപകടമാണ്. അതും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായത്തെ സംബന്ധിച്ചിട്ടുമുള്ള തീരുമാനവും ഉണ്ടാകും. ഇതാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും. 7 മണിക്ക് തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുവാൻ റോഡിൽ ഇറങ്ങുന്നതിനാൽ സ്കൂൾ സമയവും ടിപ്പർ ലോറിയുടെ സമയവും പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സ്കൂൾ ടൈം ഇപ്പോൾ കേരളത്തിൽ 7 മണി മുതൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇനി ലോഡ് കയറ്റിയുള്ള വണ്ടികൾ വരുന്നത് തീർച്ചയായും ഭീഷണി തന്നെയാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഗൗരവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇനിയൊരു അപകടം ഉണ്ടാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ വിശദീകരിച്ചു. പ്രിയപ്പെട്ട MP സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ ആളുകൾ എല്ലാ ജനനേതാക്കന്മാരും ഉണ്ട്. തീർച്ചയായും വേദനയുണ്ട്. മരണത്തിലും അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള മുതിർന്നവരുടെ എല്ലാം ചികിത്സാ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കും. ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. 2 പേരുടെ മുതിർന്നവർക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇന്ന് ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ച ഡ്രൈവറുടെക്കും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പൊ ഈ ടിപ്പർ ലോറി ഒരു സമയക്രമത്തിന്റെ പ്രശ്നം 8 തൊട്ട് 9 വരെയാണ്. പക്ഷേ 7 മണി തൊട്ട് തന്നെ കുട്ടികൾ റോഡിലുണ്ട്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പുനഃപരിശോധിക്കേണ്ടതാണ്. രാവിലെ ട്യൂഷനും രാവിലെ കുട്ടികൾ ഇറങ്ങുന്നതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് സ്കൂൾ സമയം, 2 ഇതിന്റെ അമിത വേഗം. കൂടുതൽ തവണ ഈ മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇത് വേഗം കൂട്ടി ഇതിന്റെ നടത്തുന്നത്. പരമാവധി എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിൽ വരുന്നതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ അത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ആ കാര്യം ഗവൺമെന്റ് പുലർച്ചെ 2 മണിക്കും 3 മണിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വാഹനം ഓടിയിട്ടാണുള്ളത്. അതെ അതെ. ഈ ടിപ്പർ ലോറികളുടെ അമിത വേഗതയെ കുറിച്ച് ഇതിന് മുമ്പ് പലതവണത്തിൽ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടിയും എന്നുള്ളതാണ്. അല്ല, അത് ഇത്തവണ ഇപ്പം ഓരോ ഘട്ടത്തിലും അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയും അതിന്റെ ഒരു സമയക്രമം കുറച്ച് സമയം ഒന്ന് മാറിക്കഴിയുമ്പോൾ വീണ്ടും ലൂസ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുണ്ടാകാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫിറ്റ്നസ് അടക്കം നേടുമ്പോൾ വാഹനങ്ങൾക്കുള്ളിലുള്ള നല്ല ടയറുകളും നല്ല കാര്യങ്ങളുമാണ്. പക്ഷേ ഈ ഫിറ്റ്നസിന് ശേഷം നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ, ഈ വാഹനത്തിലടക്കം റീടയർ ചെയ്ത ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇന്നത്തെ സ്പീഡ് ബ്രേക്ക് അടക്കം കട്ട് ചെയ്തിരിക്കുന്നതാണ് പ്രാഥമിക മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഈ ഫിറ്റ്നസിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ കണ്ടെത്താൻ മാർഗങ്ങളില്ലേ? അതിന്റെ സമയക്രമവും കൂടുതലായി ക്രമീകരിക്കും. കാരണം ഫിറ്റ്നസ് കഴിഞ്ഞിറങ്ങി പോയിട്ട് പിന്നീട് ഉണ്ടാകുന്നത് ഞാൻ കണ്ടില്ല. എന്നോട് പറഞ്ഞത് വളരെ മോശം ടയറാണ്. അത് ഈ ഫിറ്റ്നസ് കൊടുത്തിട്ട് അത് വീണ്ടും ഇവർ ചെയ്യുന്നത് പഴയ ടയർ ഇട്ട് ഓടിക്കുക. മനസ്സിലായി. ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പുതിയ ടയർ ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന അടക്കമുള്ള ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അതെല്ലാം തന്നെ പരിശോധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഗവൺമെന്റ് നടത്തി തീരുമാനങ്ങൾ എടുക്കും. വാഹനത്തിന്റെ സ്പീഡ് ഗവർണറും ഘടിപ്പിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.